പ്ലാൻ നമ്പർ 1 സക്സസ്. റിമി നീട്ടിയ കൈയിലേക്ക് കാർത്തിക് കൈ ചേർത്ത് വെച്ചു. ജിബിനും മനോജും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് കൈകൊട്ടി. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. റിമി മുന്നിലെ സോഫയിലേക്ക് ഇരുന്ന് കാൽ കയറ്റി വെച്ചുകൊണ്ട് അവരെ നോക്കി. മാക്സിമം 1-2 ആഴ്ച, അതിൽ കൂടുതൽ കണ്ണൻ അവിടെ പിടിച്ചു നിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. പ്രണയിനി ഇവിടെ തനിച്ചല്ലേ, അവൾക്ക് ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ. റിമി പല്ല് ഞെരിച്ചു. പകരം ഒരാളെ കിട്ടിയില്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ചു കൊണ്ടായാലും അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും. അവനെപ്പോലെ എഫിഷ്യൻ്റ് ആയൊരു ഡോക്ടർക്ക് വീണ്ടും ഒരു ജോലി എന്നത് വലിയ കാര്യമല്ലെന്ന് മറ്റാരേക്കാളും അവനറിയാം. റിമിയുടെ മുഖം ഗൗരവത്തിലാണ്. അവൻ വരുന്നതിന് മുന്നേ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്യണം. റിമിയുടെ കണ്ണുകൾ തിളങ്ങി. ഞങ്ങൾ എന്തു ചെയ്യണം, പറഞ്ഞാൽ മതി. ജിബിൻ അവളെ നോക്കി ആവേശത്തിൽ ചോദിച്ചു. അവളുടെ കുട്ടിയുടുപ്പുകൾക്കുള്ളിലേക്ക് അവൻ്റെ നോട്ടം തറഞ്ഞു കയറുന്നുണ്ട്. എപ്പോഴും പറയുന്നത് തന്നെയാണ് എനിക്കും നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. ആവേശം കാണിച്ചൊടുവിൽ പുലിവാലാകുമെന്ന് തോന്നിയാൽ ആ നിമിഷം ഞാൻ എസ്കേപ്പ് ആവും, അതുറപ്പാണ്. റിമി പുച്ഛത്തോടെ ചിരിച്ചു. അവളുടെ ആ ഭാവത്തിനോട് അവർക്കത്ര പ്രിയം പോരാ. അവൾ ഭയങ്കര മിടുക്കിയും ബാക്കിയുള്ളവരൊക്കെയും മണ്ടന്മാരാണെന്ന പോലെയാണ് ചില നേരത്തെ പെർഫോമൻസ്. ഈ പ്ലാൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരാം. ഞങ്ങളുടെ മിടുക്ക് മോള് ശരിക്കും അറിഞ്ഞിട്ടേ തിരിച്ചു പോകൂ. മൂവരും ഒരുപോലെ മനസ്സിൽ മുഴിഞ്ഞു. അർജുൻ്റെ ടീമിനെ കുറിച്ച് അന്വേഷിച്ചു വരാൻ പറഞ്ഞിട്ട് എന്തായി? കാർത്തിയുടെ ഫ്രണ്ട് അവിടെയുണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ. റിമി കാർത്തികിനെ നോക്കി. അതൊക്കെ ഓക്കെയാണ്. ചുരുക്കത്തിൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾക്ക് അനുകൂലമാണെന്ന് വേണം കരുതാൻ. കാർത്തിക് താടി തടവി. റിമിയുടെ നെറ്റി ചുളിഞ്ഞു. അവനും ആ ടീമുമായി ചെറിയൊരു കശപിശ. അവരും അവനിട്ടൊരു പണി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. കൂട്ടത്തിൽ രസമെന്തെന്നാൽ അവൻ്റെ ചേച്ചി, അതായത് സാക്ഷാൽ സീതാലക്ഷ്മി പറഞ്ഞിട്ടാണ് അർജുൻ അവർക്കെതിരെ തിരിഞ്ഞത് എന്നൊരു തോന്നലുമുണ്ട് അവർക്ക്. അപ്പോൾ പണി കൊടുക്കുമ്പോൾ അതിൽ സീതാലക്ഷ്മിയെ കൂടി ഉൾപ്പെടുത്തുക എന്നതാ അവരുടെ മെയിൻ ഉദ്ദേശം. കാർത്തിക് ചിരിയോടെ റിമിയെ നോക്കി. അവളിലും ഒരു ക്രൂരത നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. അവൾക്കുള്ള പണി അതുകൊണ്ടൊന്നും തീരില്ല. കണ്ണനെ ഒരിക്കലും മോഹിക്കാൻ പാടില്ലായിരുന്നു. അത് ഓർത്തുകൊണ്ട് അവൾ പിടയും. വാക്കുകൾ റിമിയുടെ പല്ലിനിടയിൽ ഞെരിഞ്ഞമർന്ന് കണ്ണുകളിൽ പകയാളി. ഒറ്റയടിക്ക് കൊല്ലരുത്. അവൾക്കൊരു അവസരം കൂടി കൊടുത്തു നോക്കാം നമുക്ക്, അവനെ മറക്കാൻ. പ്രിയപ്പെട്ടവരുടെ ജീവനും ജീവിതവും മുൻപിൽ വെച്ചിട്ട് വിലപേശിയാൽ ഏത് കൊമ്പത്തെ സീതാലക്ഷ്മിയും ഒന്ന് ഉലഞ്ഞു പോകും. അതും പറഞ്ഞിട്ട് റിമി ഉച്ചത്തിൽ ചിരിച്ചു. കൂട്ടിലടച്ച വെരുകിനെ പോലെ, വാലിൽ തീപിടിച്ച നായയെപ്പോലെ അവൾ ഓടണം. ഓടി ഓടി തകർന്ന് വീഴുന്നവൾക്ക് മുന്നിൽ എനിക്ക് പോയി നിൽക്കണം. ഞാനീ വീട്ടിലെ വെറും വിരുന്നുകാരിയല്ലെന്ന് അവളെ അറിയിക്കണം. റിമി കിതച്ചുകൊണ്ട് പറഞ്ഞു. മറ്റു 3 പേരിലും സംതൃപ്തിയുടെ ചിരിയാണ്. ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉപയോഗിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടും. റെഡിയല്ലേ? റിമി വീണ്ടും വശ്യമായി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. കണ്ണൻ്റെ ഗന്ധം, അവൻ്റെ ശ്വാസം അവിടെ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് തോന്നി അവൾക്ക്. മുത്തശ്ശിയുടെ മുന്നിലേക്ക് പോവാൻ വയ്യ. നെഞ്ചിൽ ഒരുപാട് നേരമായി തടവിലിട്ട് കൊണ്ട് നടക്കുന്ന ഒരു നോവിൻ്റെ പെരുമഴക്കാലം ശ്വാസം മുട്ടിക്കുന്നു. കണ്ണൻ്റെ മുറിയിലേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. നെഞ്ചു പൊട്ടുന്നത് പോലെ അവിടെ ഓരോ ഇടത്തും കുസൃതിയോടെ അവൻ്റെ രൂപം മാത്രം. കളി പറഞ്ഞും കുസൃതി കാണിച്ചും അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. വൃത്തിയായി വിരിച്ചിട്ട് കിടക്കയിൽ അവൻ ഊരിവെച്ച ഷർട്ട്. വിറയ്ക്കുന്ന കൈയോടെ സീതയെ അത് എടുത്തുകൊണ്ട് നെഞ്ചിൽ ചേർത്ത് വെച്ചു. അവൻ്റെ ഗന്ധം പിടിച്ചു നിൽക്കാനാവാതെ അവൾ അതിൽ മുഖം പൂഴ്ത്തി. പോയിട്ട് മിനിറ്റുകളായിട്ടുള്ളൂ. ഒന്ന് കണ്ടെങ്കിലെന്ന് 1000 പ്രാവശ്യം തോന്നി. കെട്ടിപ്പിടിച്ച് 100 ചുംബനങ്ങൾ കൊണ്ട് പൊതിയണം. നീയില്ലാതെ എനിക്ക് വയ്യെന്ന് അവനോട് കൊഞ്ചി പറയണം. അവനോട് ചേർന്ന് നിന്നിട്ട് ആ നെഞ്ചിൽ മുഖം ചേർത്ത് വെക്കണം. എനിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് വീണ്ടും വീണ്ടും പറയണം. എന്നെ തനിച്ചാക്കി പോയല്ലോ എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കണം. ഇഷ്ടത്തിൻ്റെ അളവ് കൂടുന്തോറും കാണാനുള്ള ആഗ്രഹവും കൂടുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഏറെ നേരത്തെ കരച്ചിൽ കാരണം സീതയ്ക്ക് തലവേദനിച്ചു തുടങ്ങി. എന്നിട്ടും കണ്ണുകൾ ആരോടോ മത്സരത്തിലെന്നതുപോലെ. വയ്യാത്ത മുത്തശ്ശിയെ കൂടി മറന്നു. യാത്ര പറഞ്ഞിറങ്ങിപ്പോയവനൊപ്പം തൻ്റെ മനസ്സുകൂടി പോയെന്ന് തോന്നി. ഒരാഴ്ച കൊണ്ട് തിരികെ വരുമെന്ന് വാക്ക് തന്നെങ്കിലും ആ ആഴ്ചയുടെ നീളം അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. മുന്നോട്ടുള്ള നിമിഷങ്ങളെ പേടിപ്പിച്ചു. ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളെ ചങ്കുറപ്പോടെ നേരിടാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് സ്വയം ആശ്വസിച്ചു. അപ്പോഴൊക്കെയും കുസൃതി ചിരിയോടെ മുന്നിലൊരുത്തൻ വന്നു നിന്നിട്ട് ആ നോവിൻ്റെ ആഴം കൂട്ടി. ചങ്ക് കത്തിപ്പടരുന്നത് നോക്കി അവൻ കുറുമ്പ് കാണിച്ചു.
സ്നേഹമന്ത്രങ്ങൾ ഓരോന്നും കാതിൽ അലയടിച്ചു. സീതയെ അത് തളർത്തി. ഓടി ഒളിക്കാൻ ഒരിടം പോലും ഇല്ലാത്തതുപോലെ അവൾ ആ ചുഴിയിൽ വെന്ത് നീറി. കണ്ണൻ വരും സീതെ. ആദ്യ സീതയെ അലിവോടെ നോക്കി. അവനൊരു നേർത്ത ചിരി മാത്രം പകരം കൊടുത്തു. വൈകുന്നേരം സീതയെ വീട്ടിലാക്കി കൊടുത്തേക്കണമെന്ന് ആദിയോടാണ് കണ്ണൻ ഏൽപ്പിച്ചു പോയിട്ടുള്ളത്. സങ്കടപ്പെടേണ്ട, നിനക്ക് വേണ്ടിയിട്ട്. അവന് ജീവനുണ്ടെങ്കിൽ നിന്റെ കണ്ണൻ വരും മോളെ. നാരായണി മുത്തശ്ശി സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് വീണ്ടും അവൾക്ക് കണ്ണുകൾ നീറി. സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ? മുത്തശ്ശി അവളുടെ കുനിഞ്ഞു നിൽക്കുന്ന മുഖം പിടിച്ചുയർത്തി. അല്ലെന്ന് അവൾ തലയാട്ടി കാണിച്ചു. ആണ്. ഇവിടെയുള്ള ദുഷ്ടന്മാർക്ക് മുന്നിൽ ഈ കണ്ണുനീർ പുരണ്ട മുഖം ഒരിക്കലും നീ കാണിക്കരുത് മോളെ. അവർക്കത് ഉത്സാഹമുണ്ടാക്കും. പഴയ പോലെ ധൈര്യത്തോടെ നിൽക്കുന്ന സീതയാണ് എല്ലാവർക്കും ഇഷ്ടം. മുത്തശ്ശി അവളുടെ നെറുകിയിൽ തലോടി. വയ്യെങ്കിൽ നാളെ മോള് വരണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അവളുടെ വാടി തളർന്ന മുഖം കണ്ടിട്ട് മുത്തശ്ശി അലിവോടെ പറഞ്ഞു. സീതയുടെ നെഞ്ച് വീണ്ടും വേദനിച്ചു. എനിക്കെന്ത് വയ്യായിക? ഒന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്കെല്ലാം ചെയ്ത് സ്റ്റാർ ആവാനൊന്നും നോക്കണ്ട. ഞാൻ തന്നെ വരും നാളെയും, കേട്ടോ? സീത മുത്തശ്ശിയുടെ കവളിൽ അവരെ വേദനിപ്പിക്കാതെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവരും ചിരിച്ചുകൊണ്ട് തലയാട്ടി. പോട്ടെ. അവൾ അവരുടെ അരികിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് യാത്ര പറഞ്ഞു. സൂക്ഷിച്ചു പോണേ ആദി. വാതിലിൽ ചാരി നിൽക്കുന്ന ആദിയെ നോക്കി മുത്തശ്ശി ഓർമ്മിപ്പിച്ചു. അവനൊന്ന് തലയാട്ടിക്കൊണ്ട് അവളെ നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. മൗനം കൊണ്ട് ഓർമ്മകളെ തലോടുന്നവളെ ശല്യം ചെയ്യാതിരിക്കാൻ ആദിയും ശ്രദ്ധിച്ചു. അവൾക്കുള്ളിലെ വലിയൊരു മുറിവുണ്ട്. അത് ഒന്നുകൂടി വലുതാക്കി ചോര പൊടിയിക്കാൻ അവന് തോന്നിയില്ല. ഇറങ്ങേട്ടത്തി, വീടെത്തി. അവളുടെ വീടിൻ്റെ മുന്നിലെത്തിയിട്ടും എന്തോ ആലോചിച്ചിരിക്കുന്ന സീതയെ നോക്കി ആദി പറഞ്ഞു. ചുറ്റും ഒന്ന് പകച്ചു നോക്കിക്കൊണ്ട് സീത വേഗം ഇറങ്ങി. ചമ്മലോടെ അവനെ നോക്കി ചിരിച്ചു. വിഷമിക്കാതെടി, അവനിങ്ങ് വരും. ആദി അവളുടെ തോളിൽ തട്ടി. അവളൊരു തെളിച്ചമില്ലാത്ത ചിരിയോടെ അവനെ നോക്കി. എന്തുണ്ടെങ്കിലും വിളിക്കണം, അവൻ ഓർമ്മിപ്പിച്ചു. സീത തലയാട്ടി. ആദി തിരിച്ചു പോയിട്ടും അവൾ ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്നു. ഭാരം തൂങ്ങിയ മനസ്സോടെ ചെന്ന് കയറുമ്പോൾ ഒന്നുറങ്ങണമെന്ന് മാത്രം കൊതിച്ചു. ഉറക്കത്തിൽ മാത്രം ഇത്തിരി സ്വസ്ഥത കിട്ടുമെന്ന് മോഹിച്ചു. അത്രമേൽ ശ്വാസം മുട്ടുന്നു. എത്ര ഒതുക്കിയിട്ടും ഹൃദയം ഒരു ഭയത്തെ വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടുവരുന്നു. തിരിച്ചു കിട്ടില്ലെന്നുള്ള ഭയം. മങ്ങിയ മുഖത്തേക്കൊന്ന് നോക്കിയതല്ലാതെ പാർവതിയും അവളോടൊന്നും ചോദിച്ചില്ല. ഒരു കണക്കിന് അതൊരു ആശ്വാസം തന്നെയായിരുന്നു. ചിലപ്പോഴൊക്കെയും കൊടുക്കാനൊരു മറുപടിയില്ലാത്ത അവസ്ഥകളിൽ ചോദ്യങ്ങളെ പേടിക്കും. ശ്വാസം കിട്ടാത്ത വിധം പിടയുന്നതെന്തിനെന്ന് ചോദിക്കുമ്പോൾ എന്തുത്തരം കൊടുക്കും? ഹൃദയമിടിപ്പ് പോലെ പരസ്പരം സ്വന്തമാണെന്നറിയാം. അവനുമൊത്ത് പങ്കുവെച്ച നല്ല നിമിഷങ്ങളിലാണ് ജീവിച്ചിരുന്നു എന്ന് തോന്നിയതെന്ന് പറയാനാവൂ. അവൻ നൽകിയ ചുംബനങ്ങളൊക്കെയും സ്വന്തമാണെന്നുള്ള അവകാശത്തിലാണെന്നും അറിയാം. അതിനെല്ലാം അപ്പുറം ആ ഒരുവനിലാണ് ജീവൻ കുരുത്തിട്ടതെന്ന് പറയാനാവൂ. ഒന്നിനും തോന്നുന്നില്ല. ഓർമ്മകളിൽ കനം നിറച്ചു കൊണ്ടവൻ ഹൃദയത്തിൽ തീ കൊളുത്തിയിരിക്കുന്നു. അവൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ അണഞ്ഞു പോകുമെന്ന് വാശിയുള്ളതുപോലെ അതങ്ങനെ കത്തിപ്പടരുന്നു. സീത പൊള്ളിപ്പിടഞ്ഞു. ഇവനിത് എന്ത് പറ്റി? സാധാരണ പോയി വരുന്നത് പോലെയല്ലല്ലോ, ആകെയൊരു മാറ്റം. എന്ത് പറ്റിയതാടാ ആളിയാ? എയർപോർട്ടിൽ നിന്നും കാറിലേക്ക് കയറുന്നതിനിടയിലാണ് അലൻ പറഞ്ഞത്. മിത്തു മാത്രം കണ്ണൻ്റെ നേരെയോ നോക്കി. ആ ഹൃദയവേദന അറിയാമെന്നതുപോലെ. ഒന്നുമില്ലടാ, യാത്രാക്ഷീണം. അവൻ്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് കണ്ണൻ മുന്നിലെ ഡോർ തുറന്നുകൊണ്ട് കയറി. മിത്തു അവൻ്റെ ബാഗ് ഡിക്കിയിൽ വെച്ചതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അലനും സബിയും അമീറും പിറകിലാണ് കയറിയത്. ഓക്കെ അല്ലേ നീ? സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടെ മിത്തു കണ്ണനോട് പതിയെ ചോദിച്ചു. അവൻ വെറുതെയൊന്ന് മൂളി. അല്ലെങ്കിലും ഹൃദയമെരിയുന്ന വേദനയെ എങ്ങനെ വർണ്ണിക്കാനാണ്? പിറകിൽ നിന്നും കണ്ണൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ പാട്ടും കൂത്തുമായി അവരെല്ലാം ആഘോഷിക്കുമ്പോൾ സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് നോക്കിയിരിക്കുന്നവൻ്റെ കരയുന്ന മനസ്സ് മിത്തു ഒഴികെ മറ്റാരും അറിഞ്ഞില്ല. കണ്ണൻ്റെ മാറ്റത്തെക്കുറിച്ച് വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്. മിത്തു എന്തോ പറഞ്ഞൊഴിയുന്നുമുണ്ട്. ഒന്നിനും വയ്യ. തിരിഞ്ഞോടാൻ കൊതിക്കുന്ന ഹൃദയം, പാതിയോർത്ത് പിടയുന്ന പ്രാണൻ. കണ്ണന് ശ്വാസം മുട്ടി. പ്രണയമേ, നിനക്കിത്ര വേദനയോ? വിരഹമേ, നിനക്കിത്ര ചൂടോ? ഓരോ നിമിഷവും വെന്ത് നീറുന്നു. ആ വേദനയിൽ പിടയുന്നു. ചുറ്റുമുള്ളതിലേക്കൊന്നും മനസ്സടുക്കുന്നില്ല. ഒടുവിൽ ഫ്ലാറ്റിലെത്തിയതും കൂടെയുള്ളവരെ തിരിഞ്ഞുപോലും നോക്കാതെ അകത്തേക്ക് നടന്നു. തൻ്റെ മൗനം കണ്ടിട്ടാകും എന്തോ പ്രശ്നമുള്ളതുപോലെ അവന്മാർക്കും തോന്നി. പിന്നെ അനക്കമില്ല. രാവിലെ കാണാമെന്ന് യാത്ര പറഞ്ഞു പോയി. മിത്തു മാത്രം ഹാളിലെ സോഫയിലിരിക്കുന്നത് കണ്ടിട്ടാണ്
കണ്ണൻ അകത്തേക്ക് പോയത്. വൃത്തിയായി വിരിച്ചിട്ട് കിടക്കയിലേക്ക് കുറുകി കിടക്കുമ്പോൾ ആണുങ്ങൾ കരയാൻ പാടില്ലെന്ന എഴുതപ്പെടാത്ത നിയമം അവന് മുന്നിൽ അനാവൃതമായി. മുറിയിലെ ഇരുട്ടിൽ കണ്ണൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനെന്നറിയാതെ ഹൃദയം തുള്ളി വിറച്ചു. കണ്ണുകൾക്ക് മേലെ കൈവച്ച് കിടന്നിട്ട് അവൻ്റെ നോവുകൾ അത്രയും ഒഴുകിയിറങ്ങി. ഇത്തിരി നേരം കഴിഞ്ഞ് കണ്ണൻ എഴുന്നേറ്റു. മുഖം അമർത്തി തുടച്ചു. കുറച്ച് ദിവസങ്ങൾ അതിനെ അതിജീവിച്ചേ മതിയാകൂ. ഉള്ളിലെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് കാണാൻ കഴിയണം. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ എഴുന്നേറ്റ് മുഖം കഴുകി വന്നു. ഇട്ടിരുന്ന ജാക്കറ്റ് ഊരി കിടക്കയിലേക്കിട്ടു. ഫോൺ എടുത്തുകൊണ്ട് ഹരിക്കും ആദിക്കും എത്തിയെന്ന് മെസ്സേജ് ചെയ്തു. ആദിയോട് മുത്തശ്ശിയോടും രാവിലെ പറയാനും ഏൽപ്പിച്ചു. ശേഷം വീണ്ടും ഹൃദയം പിടഞ്ഞു. തൻ്റെ വിളിയും കാത്ത് ഉറങ്ങാതിരിക്കുന്നവളുടെ ഓർമ്മയിൽ വീണ്ടും വേദനിച്ചു. ഹൃദയമിടിപ്പ് കൂടി. 1-2 ബെല്ലുകൾക്ക് ശേഷം അടഞ്ഞുപോയ ശബ്ദത്തിൽ കണ്ണേട്ട എന്നുള്ള വിളി. കണ്ണൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. കാത്തിരിക്കുകയാണ് അവളെ വിളിക്ക്. അവൻ്റെ മനസ്സ് ആർദ്രമായി. ലച്ചു. കാറ്റുപോലെ അവളെ പുൽകാൻ ഹൃദയം വെമ്പി. ഒരു മൂളൽ പോലുമില്ല. ഐ മിസ് യു. കണ്ണൻ്റെ സ്വരം വളരെ നീർത്തു.